ഇനി നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 12ാമത്തെ ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ സർക്കിൾസ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ 2 സർക്കിൾസ് ഉണ്ട്, അവർ തമ്മിലുള്ള ഏരിയ ആണ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതായത് സെന്റർ 0 0 ആണ്. റേഡിയസ് എത്രയാണ് മക്കളെ? റേഡിയസ് എന്ന് പറഞ്ഞത് 2 ആണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സർക്കിൾ. സോ ആ സർക്കിൾ സെന്റർ 0 0 ആൻഡ് റേഡിയസ് 2 വരുന്ന സർക്കിൾ. അപ്പോൾ സെന്റർ 0 0, റേഡിയസ് നമുക്കിത് 2, 0 വരും. ഓക്കെ, ദെൻ ഇത് നമുക്ക് 0, 2 വരും. ഓക്കെ, നെക്സ്റ്റ് ഇത് നോക്കിക്കേ. അടുത്ത സർക്കിള് സെന്റർ 0 2, റേഡിയസ് 4. ഓക്കെ, സെന്റർ 0 2 എന്ന് പറയുമ്പോൾ ഇതല്ലേ സെന്റർ 0 2 ആയിട്ട് വരുന്ന റേഡിയസ് 4 ആയിട്ട് വരുന്ന സർക്കിൾ ഇതല്ലേ? ഓക്കെ, സോ നമുക്ക് വേണ്ട റീജിയൻ ഏത് കിട്ടി? ഇതാണ് നമ്മുടെ റീജിയൻ നമുക്ക് വേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ ഇത് 0, ദെൻ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? സോ ഇവിടെ മുതൽ ഇവിടെ വരെ ഈ കർവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, എന്നിട്ട് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ നമുക്ക് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമല്ലേ? സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 4 മൈനസ് വൈ സ്ക്വയർ എന്ന് കൊടുത്തിട്ട് ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സോ 4 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, സോ 4 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 4. സോ 4 പോയി, നമുക്ക് വൈ സ്ക്വയർ പോയി. സോ മൈനസ് 4y ഈക്വൽ ടു -4. സോ y ഈക്വൽ ടു നമുക്ക് 1 കിട്ടും. അതെടുത്ത് എക്സിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് നമുക്ക് √3 എന്ന് കിട്ടും. സോ ഇത് നമുക്ക് √3, 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് √3 എന്ന് കിട്ടും. ഓക്കെ, √3, 0. സോ 0 മുതൽ √3 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 2 ഇൻറ്റു ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to √3. അപ്പർ കർവ് എന്താണ്? അപ്പർ കർവ് ഇതാണ്, ലോവർ കർവ് ഇതാണ്. സോ മുകളിലത്തെ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? ഇതാണ്. അതിനകത്ത് വൈ സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു √4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ √4 മൈനസ് എക്സ് സ്ക്വയർ ആണ് ആദ്യത്തെ കർവ്. രണ്ടാമത്തേതോ 2 മൈനസ് √4 മൈനസ് എക്സ് സ്ക്വയർ. സോ ഇനി നമ്മൾ ഇതിന്റെ ഡി എക്സ് കണ്ടുപിടിക്കണം. സോ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 2 0 to √3 നമുക്കിത് എത്ര കിട്ടും മക്കളെ? 2√4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് കിട്ടും. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അത് നമുക്ക് ഈ 2വിനെയും കൂടെ കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടകൊണ്ട് ഇത് 4 വരും. 0 to √3 വരും. √4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് നമുക്ക് കിട്ടും കേട്ടോ. റെഡി അല്ലേ? ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇത് ഫൈനലി ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഇത് ഇന്റഗ്രേഷൻ ഞാൻ ചെയ്യുന്ന വാല്യൂസ് ഒന്നും എഴുതുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. 4, ദെൻ നമുക്ക് 1/2 വരും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. എക്സ് ഇൻറ്റു √4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 സൈൻ ഇൻവേഴ്സ് x/2 മൈനസ് എക്സ്, ദെൻ 0 to √3. ഇത് നിങ്ങൾ സോൾവ് ചെയ്യണേ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8π/3 മൈനസ് 2√3 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, 8π/3 മൈനസ് 2√3. 8π/3 മൈനസ് 2√3 ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടോ എന്ന് നോക്കിയേ മക്കളെ. ആൻസർ ഉണ്ടോ എന്ന് നോക്കിക്കേ. 8√3. ഫോർത്ത് ഓപ്ഷൻ ഒന്ന് നോക്കണേ. യെസ്, ഫോർത്ത് ഓപ്ഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആണ് കിടക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത ആൻസർ നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. സോ നമ്മുടെ ആൻസർ എന്താണ്? ഇതാണ് കിട്ടുന്നത്. നോക്കിയേ, ഇതെല്ലാം അകത്തോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8π/3 അല്ലേ? സോ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും ആൻസർ. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.